السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങൾ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ എൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾക്ക് പല മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം അല്ലാഹ്. നീ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. നീ പണിച്ച് കൊടുക്കണം അല്ലാഹ്. നീ പണിച്ച് കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുത്ത ധാരാളം ആളുകൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹു അവർക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. അവരെ ഖബറടം നീ വെളിച്ചമാക്കണം അല്ലാഹ്. ഞങ്ങൾ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുകൾ അവരെ ഖബറുകളിലേക്ക് ഒരു നൂറാനിയത്തായി, ഒരു പ്രകാശമായി നീ എത്തിക്കണം അല്ലാഹ്. നീ എത്തിക്കണം അല്ലാഹ്. നീ എത്തിക്കണം അല്ലാഹ്. ഖബർ പ്രകാശിപ്പിക്കണം റബ്ബ്. ഖബർ പ്രകാശിപ്പിക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. തങ്ങളെ വലിയ രോഗത്തിൽ പ്രയാസപ്പെടുകയാണ്. തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. നീ ശിഫ കൊടുക്കണം അല്ലാഹ്. നീയാണ് ശാഫിഉ തമ്പുരാനെ. നീ ശിഫയേകണം അല്ലാഹ്. നീ ശിഫയേകണം അല്ലാഹ്. അല്ലാഹുവേ, മാരകമായ രോഗം ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാൾ നീ നൽകല്ല റബ്ബ്. നീ നൽകല്ല അല്ലാഹ്. രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബ്. ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. കടത്തിൽ പ്രയാസപ്പെടുന്നവർ, മജ്ലിസിൽ പങ്കെടുക്കുന്നവർ അല്ലാഹുവേ, ഷഹീദിനെ പോലും പൊറുക്കാത്ത കടബാധിത ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബ്. ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ റബ്ബ്. നീ എളുപ്പമാക്കണേ തമ്പുരാനെ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ നമ്മളെ മജ്ലിസിലേക്ക് അറിയിച്ചവരുണ്ട്, കമന്റ് സെക്ഷനിലേക്ക് അറിയിച്ചവരുണ്ട്.
വാട്സപ്പിലേക്ക് അറിയിച്ചവരുണ്ട്. നേരിൽ കണ്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നീറുന്ന നോവുന്ന വലിയ വലിയ 100 കണക്കിന് പ്രയാസങ്ങൾ പറയുന്നവർ. അല്ലാഹു എല്ലാവരുടെയും പ്രയാസം നീ മാറ്റി കൊടുക്കണം റബ്ബേ. അവരുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട ജുമാദുൽ ആഖിർ 10-ലാണ്. 10ാമത്തെ പകല് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ചയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലേ? മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മളെപ്പോഴും തിങ്കളാഴ്ച പറയുന്നതാണ്. എന്താണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകത? ഹബീബായ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വലാത്തു വരാ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ദിവസം, അതും ജുമാദുൽ ആഖിർ 10. ഈ ജുമാദുൽ ആഖിർ നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരുന്നത് റജബാണ്. ജുമാദുൽ ആഖിർ റജബും ശഅബാൻ, വീണ്ടും ഒരു റമദാൻ. പുണ്യങ്ങളുടെ പറുദീസയായ, പുണ്യങ്ങളുടെ പൂക്കാലമായ പവിത്രമാക്കപ്പെട്ട റമദാൻ നമ്മളിലേക്ക് സമാഗതമാവുക. ഈ റമദാനിനെ വരവേൽക്കേണ്ട, അതിനെ സ്വീകരിക്കേണ്ട, അതിലേക്കുള്ളൊരു തയ്യാറെടുപ്പ് എടുക്കേണ്ട മാസമാണ് ജുമാദുൽ ആഖിർ തൊട്ട് റജബ് ശഅബാൻ അല്ലേ? റജബ് വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയും, സ്വഹാബാ നിങ്ങൾ അരയും തലയും മുറുക്കി ഇബാദത്തിൽ ഒരുങ്ങണേ. കാരണം എന്തേ? ഇത് റമദാനിനെ വരവേൽക്കുകയാണ്. നമ്മള് റജബിൽ തന്നെ തുടങ്ങുകയാണ് വിത്തിടാൻ, അതിനെ നനക്കാണ് ശഅബാൻ. റമദാനിന് എന്താണ് അത്? ഇതിനെ വിളവെടുക്കുകയാണ്. അതുകൊണ്ട് പവിത്രമാക്കപ്പെട്ട മാസമാണ് നമ്മൾ നിലകൊള്ളുന്നതും ഇനി വരാനിരിക്കുന്നതും. സംശയമുണ്ടോ എന്റെ മുത്തുമുഅ്മിനീങ്ങൾക്ക്? സംശയമുണ്ടോ? ഒരു സംശയവും വേണ്ട. ഇബാദത്ത് എടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ് നമുക്ക് എപ്പോഴുമുള്ള പ്രാർത്ഥന. നല്ല നല്ല മാസങ്ങൾ വരുന്ന സമയത്ത് അല്ലാഹു ഞങ്ങൾ നീ കൊയക്കല റബ്ബേ. ഇബാദത്തിനൊരു മുട്ടും അല്ലാഹ് നീ വരുത്തല്ല അല്ലാഹ്. ഇബാദത്ത് എടുക്കാൻ നീ തടസ്സപ്പെടുത്തല റബ്ബേ. ഇബാദത്തിന് തടസ്സപ്പെടുന്ന രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകില്ല. എപ്പോഴും നമ്മളെ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ദുആണ്. കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരും, നമ്മളെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തീർന്നു തരും, നമ്മളെ ഇടങ്ങേറുകളൊക്കെ. ഇത് റെഡിയാണോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണോ? നമ്മളെ ഇബാദത്ത് നമ്മൾ കറക്റ്റ് ആണോ? ക്ലിയർ ആണോ? കറ കളഞ്ഞതാണോ? പിന്നെ എവിടെ നിന്നാണ് കട ഉണ്ടാവുക? കടങ്ങൾ വീടും. ആർക്ക് വേണ്ടിയാവണം നമ്മുടെ നമസ്കാരം? ആർക്ക് വേണ്ടിയാവണം നമ്മുടെ ഇബാദത്തുകൾ? അല്ലാഹ്ക്ക് വേണ്ടി, വേറെ ആർക്കോ വേണ്ടിയല്ല. അമ്മായിമ്മ കാണുന്നു വെച്ചിട്ട് മരുമോള് കുമ്പിടേണ്ട ഒരു അവസ്ഥ അല്ല. കുമ്പിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണും, നാത്തൂൻ കാണും, ഇളച്ചി കാണും, മുത്തച്ചി കാണും എന്ന് വിചാരിച്ച് കുമ്പിടേണ്ട ഒരു അവസ്ഥ ആവരുത്. വേറെ ആർക്കോ വേണ്ടിയല്ല, നമുക്ക് വേണ്ടി, അല്ലാഹ്ക്ക് വേണ്ടി ഒരു ഉറപ്പോടുകൂടി വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഇബാദത്ത് എടുക്കുക. ദിക്റ് ചൊല്ലുമ്പോ ദുന്യവിയായിട്ട കാര്യം മാത്രം ആഗ്രഹിച്ചിട്ട് ദിക്റ് ചൊല്ലണ്ട. അങ്ങനെ ആരും ദിക്റ് ചൊല്ലണ്ട. അങ്ങനെ ആരും ദാക്കിറാവണ്ട, ദിക്റുകാരാവണ്ട. നിങ്ങൾ എങ്ങനെയാവണം ദിക്റ്? ഈ ദിക്റ് കൊണ്ട് എനിക്ക് ഇരു വീട്ടിലും വലിയ കാവലുണ്ടാകണം. ദുന്യവിയായിട്ടുള്ള നേട്ടങ്ങളും ഉഖ്റവിയായിട്ടുള്ള നേട്ടങ്ങളും ഈ ദിക്റ് കൊണ്ട് എനിക്ക് വേണം.
വേണം. എന്താണ്? ദുന്യവിയായിട്ടുള്ള എനിക്കുണ്ടാവേണ്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ കടങ്ങൾ വീടണം, എൻ്റെ പ്രയാസങ്ങൾ മാറണം, എൻ്റെ ഇടങ്ങേറുകൾ തീരണം, മക്കൾക്ക് ഖൈറായ നിലയിലുള്ള ജോലി കിട്ടണം. അതാണ് നമ്മൾ ദുന്യവിയായിട്ട് ഉഖ്റവിയായിട്ടുള്ള ഈ ദിക്ർ കൊണ്ട് എനിക്ക് എന്ത് വേണം? ഖബർ രക്ഷ വേണം. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആദ്യത്തെ ഭവനം അത് ഖബറാണ്. അവിടെ രക്ഷപ്പെട്ടാൽ നീ രക്ഷപ്പെട്ടു, ബാക്കിയുള്ള ലോകത്ത് നീ രക്ഷപ്പെട്ടു. അപ്പൊ ഖബറിൽ നമുക്ക് രക്ഷ വേണം, മഹ്ശറയിൽ നമുക്ക് രക്ഷ വേണം. സിറാത്ത് മിന്നൽ വേഗതയിൽ വിട്ടുകടക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടടുത്തുള്ള സീറ്റ് വേണം. ബുക്കിംഗ് ചെയ്തിട്ടോ ഈ മജ്ലിസിൽ ഇരിക്കുന്ന എല്ലാവരും ബുക്ക് ചെയ്തോ. മുത്തുനബിയോടൊപ്പം ഒരു സീറ്റ് റിസർവ് ചെയ്തോ. അല്ലാഹു തരട്ടെ, അല്ലാഹു തൗഫീഖ് കിട്ടുന്നു. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് പോലെ ഈ മജ്ലിസ് ഒരാൾക്ക് വെറുതെ ആവൂല. ഉള്ള ദിവസങ്ങളിൽ നമ്മൾ മജ്ലിസ് എടുക്കുന്ന ദിവസം, അതാഴ്ച ചിലപ്പോൾ 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ മുഴുവനും അല്ലേ, പരിപാടികളൊന്നും ഇല്ലാത്ത തിരക്കില്ലാത്ത ദിവസങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. നാളെ സുബഹിക്ക് സമയത്ത് ഞാൻ പുറപ്പെടുകയാണ്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് 1 മണി 2 മണിക്ക് ഇറങ്ങും. ഫ്ലൈറ്റ് 5:30ക്കാണ്. റാഹത്തായി നിങ്ങളുടെ ദുആ ഉണ്ടാവണം. ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവിടെ എത്താണ്. യാത്രയാണല്ലോ, ദൂരെ ഭാഗത്തേക്കുള്ള യാത്രയാണ്, അബുദാബിയിലേക്കാണ്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ എൻ്റെ മുഹിബ്ബീങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർ, മുഹിബ്ബീങ്ങളെ എപ്പോഴും എനിക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും എന്ന വസിയത്തോടു ഇൻഷാ അല്ലാഹ് നമുക്ക് ഉടനെ തന്നെ ഒരു 3 ദിവസം കയറിപ്പോയാൽ ഇത്ര ഉണ്ടാവും. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഒരുമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ഓതി കൂട്ടമായി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى
حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا فقر الدين والسلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الحند خواجة معين الدين الجسطير الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي حسن زمن الليل كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت
أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما دموري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മർ റഹീമീനായ തമ്പുരാനേ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ്. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം അല്ലാഹ്. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണം അല്ലാഹ്. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണം അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം അല്ലാഹ്. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണം അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ട് ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ إله إلا الله لا 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 إله إلا الله. അർഹമുർ റഹീമിനായ രാജാ
രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഖബറിടം നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. നീ പ്രകാശിപ്പിക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്. നീ മർഹമത്ത് കൊടുക്കണം അല്ലാഹ്. അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണ് അല്ലാഹ്. ഞങ്ങളും മൗത്താകും അല്ലാഹ്. അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണം അല്ലാഹ്. ഖബറിൽ രക്ഷ നൽകണം അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണം അല്ലാഹ്. ഖബറിൽ നൽകണം അല്ലാഹ്. ഖബറിൽ നൽകണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ് യാ ഖയ്യൂം 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 റഹ്മുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ ഖബൂലാക്കണം അല്ലാഹ്. ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. നീ വിഷമങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്. അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലോ. വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണമല്ലോ. അതിന്റെ ത്വരീക്ക് നീ എളുപ്പമാക്കി കൊടുക്കണമല്ലോ. എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ അലാ ദീനിൽ ഇസ്ലാം 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 യാദൽ ജലാലി വൽ
والإكرام اتنا على دين الإسلام يا ذا الجلال 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 والإكرام أمتنا على دين الإسلام الرحم الراحمين يا راجاد രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹു ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق
ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
അദീം. അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ്. ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഈ മജ്‌ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ്. നീ വെറുതെയാക്കല്ല അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി മജ്‌ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ നമുക്ക് വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്തിരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഈ മജ്‌ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരണേ അല്ലാഹ്. എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണേ അല്ലാഹുവേ. അവരുടെ എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. പൊന്നുമക്കളെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. അവരെ ജോലിയിലും അവർ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ പഠനത്തിലും ഒക്കെ നീ അഭിവൃദ്ധി കൊടുക്കണം അല്ലാഹ്. നീ ബർക്കത്തേകണേ തമ്പുരാനെ. ഉസ്താദേ, എൻ്റെ മകൻ അബൂദാബിയിലാണ്. അവന് നല്ല റാഹത്തുള്ള ജോലി എത്രയും പെട്ടെന്ന് ശരിപ്പെടാൻ കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ റാഹത്തിലാക്കി കൊടുക്കണമല്ലോ. നീ അടുപ്പിച്ച് കൊടുക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. തങ്ങളുപ്പാ ഞങ്ങളുടെ ഈ വിലപ്പെട്ട ദുആയിൽ എൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറി റാഹത്തോടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി ദുആയിൽ ഉൾപ്പെടുത്തണേ. ഈ മജ്‌ലിസ് വല്ലാത്ത സമാധാനമാണ് തങ്ങളിപ്പോ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, അവരെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണമല്ലോ. ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. ഈ മജ്‌ലിസിനെ ഹൃദയത്തോട് വെച്ചിട്ട് വെക്കുന്നവര്, ഈ മജ്‌ലിസിന്റെ മുഹിബ്ബീങ്ങള്, അല്ലാഹുവേ നീ തളർത്തല്ല റബ്ബേ, നീ കൊയക്കല്ല അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ ഗ്രൂപ്പിൽ അംഗമായവർ അല്ലാഹുവേ ഒരു നിലക്കുള്ള പരാജയം നീ കൊടുക്കല്ല അല്ലാഹ്. ഉസ്താദേ, എൻ്റെ മേരേജ് ശരിയാവാൻ ഉസ്താദേ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. 30 വയസ്സായി, വിഷമമാണ്, പ്രയാസമാണ്, ദുആ ചെയ്യണേ അല്ലാഹുവേ. ഖൈറായ ഒരു ഇണയെ നീ അടുപ്പിക്കണേ റബ്ബേ, നീ അടുപ്പിച്ച് കൊടുക്കണം അല്ലാഹ്. ഉസ്താദേ, എൻ്റെ മോൻ്റെ കല്യാണം ശരിയായിട്ടുണ്ട് ഉസ്താദേ. നല്ല കുടുംബ ജീവിതമാവാൻ, അത് റാഹത്തായി നടക്കാൻ ഉസ്താദേ ദുആ ചെയ്യണേ. രോഗം ശിഫയായി കിട്ടാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. നീ ശിഫ കൊടുക്കണേ റബ്ബേ. ആ വിവാഹം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. തങ്ങളിപ്പാ വീടിന്റെ പണി എളുപ്പത്തിൽ തീരാൻ വേണ്ടി ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ അല്ലാഹുവേ. നീ എളുപ്പമാക്കണേ റബ്ബേ. അതിനുള്ള ആരോഗ്യവും സമ്പത്തും നീ കൊടുക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും. തങ്ങളിപ്പാ എല്ലാ പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ, ശത്രുദോഷങ്ങൾ മാറാൻ, കണ്ണേറ് മാറാൻ, എല്ലാത്തിനും വേണ്ടി ദുആ ചെയ്യണേ അല്ലാഹു. എല്ലാ പ്രയാസവും പൈശാചികമായിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളും നീ മാറ്റി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ ഖൈർ കൊടുക്കണം അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്. വഅലൈക്കും സലാം. അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്യണേ. സ്ഥലം വാടക കൊടുത്തതിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറാൻ, എല്ലാം റാഹത്താവാൻ ദുആ ചെയ്യണേ. എല്ലാം റാഹത്തിലാക്കി കൊടുക്കണം അല്ലാഹ്. തങ്ങളെ മക്കൾ, മരുമകൻ, തങ്ങളെ 5 വഖത്ത് ഖളാ ആവാതെ നിസ്കരിക്കാൻ ദുആ ചെയ്യണേ. നിസ്കരിക്കാനുള്ള നല്ല മനസ്സ് കൊടുക്കണം അല്ലാഹ്. ഞങ്ങളെ ഭയങ്കര പ്രയാസത്തിലാണ് ദുആ ചെയ്യണേ. എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം അല്ലാഹ്.
തങ്ങളെ മകന് നൈറ്റാണ് ജോലി, പകൽ ഉറക്കമാണ്. കല്യാണത്തിന്റെ വകയിൽ കുറച്ച് കടം ബാക്കിയുണ്ട്, അതൊക്കെ വീട്ടാനുള്ള മാർഗങ്ങളാക്കി കൊടുക്കണം. മക്കള്, മരുമകൻ, പേരക്കുട്ടികൾക്ക് ഒരസുഖവും ഇല്ലാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ ഒരു അസുഖം നീ കൊടുക്കില്ല റബ്ബേ, അസുഖങ്ങൾ കൊടുക്കില്ല. ഭർത്താവിന് 3ാമത്തെ വിസിറ്റിംഗ് ആണ് പുതുക്കിയത്, വിസ അടിച്ചു കിട്ടാൻ ദുആ ചെയ്യണേ. എൻ്റെ മകന് പഠിക്കുന്നതെല്ലാം മറന്നു പോകുകയാണ്, ഓർമ്മശക്തി ഉണ്ടാവാൻ ദുആ ചെയ്യണം. അല്ലാഹു നല്ല ഓർമ്മശക്തി കൊടുക്കണം. അല്ലാഹ് എൻ്റെ മക്കളുടെ രോഗം ശിഫയാവാൻ ദുആ ചെയ്യണേ. അല്ലാഹുവിന് ശിഫ കൊടുക്കണം. വീട്ടിലും വീട്ടിലും ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ. ഭർത്താവും മക്കളും നിസ്കരിക്കാനുള്ള നല്ല മനസ്സുണ്ടാവാൻ ദുആ ചെയ്യണേ. നിസ്കരിക്കാനുള്ള നല്ല മനസ്സുണ്ടാവാൻ വീട്ടിലും വീട്ടിലും ഹൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ. മകളെ, തങ്ങളെ മകൻ ജോലിയുടെ ട്രെയിനിങ്ങിലാണ്, നൈറ്റ് ഡ്യൂട്ടിയാണ്, ഒരു പ്രയാസമില്ലാതിരിക്കാൻ ദുആ ചെയ്യണം. അല്ലാഹു പ്രയാസങ്ങൾ കൊടുക്കല്ല, അല്ലാഹ് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തമ്പുരാനെ. കടം കൊണ്ട് വളരെയധികം പ്രയാസത്തിലാണ്. ദുആ ചെയ്യണേ. അല്ലാഹു വീട്ടാനുള്ള മാർഗ്ഗം എളുപ്പമാക്കണം. അല്ലാഹ് മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ ഖബറിനെ നീ വിശാലമാക്കണം. അല്ലാഹ് ഖബറിനെ നീ സ്വർഗ്ഗമാക്കണം റബ്ബേ. ഞങ്ങൾ ഓതിയതും ചൊല്ലിയതുമായ ഇതിന്റെ മിഥില സവാബ് അവരെ ഖബറുകളിലേക്ക് ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം. അല്ലാഹ് തങ്ങളെ കടമുണ്ട്, ദുആ ചെയ്യണേ. തങ്ങളെ മകന് ഹൈറായ ജോലി ശരിപ്പെടാൻ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ്. മോൻ്റെ എൻ്റെയും ഉമ്മയുടെയും അസുഖം മാറാൻ ദുആ ചെയ്യണേ. ശിഫ കൊടുക്കണേ അല്ലാഹ്. നീ ശിഫയേകണേ തമ്പുരാനെ, നീയാണ് ഷാഫിഉ തമ്പുരാനെ. അല്ലാഹു ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നീ രോഗങ്ങൾക്കെല്ലാം നീ ശിഫ കൊടുക്കണം അല്ലാഹ്. നീ ശിഫയേകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ്. ധാരാളം ആളുകൾ എഴുതാൻ അറിയാത്തവർ മജ്ലിസിൽ മുറാദുകൾ കരുതിയത് എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹസ്നാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം അല്ലാഹ്. നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് കടക്കാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ.
ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ, മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ അല്ലാഹ്. റൗഡികളാക്കല്ലേ അല്ലാഹ്, തമ്മാടികളാക്കല്ലേ അല്ലാഹ്. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്, മക്കളാക്കണേ അല്ലാഹ്. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്, അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, അർഹമുർ റഹീമീനായ തമ്പുരാനെ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാഹ്, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ല അല്ലാ. നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. നീ നൽകല്ല അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമർ റഹീമീനായ അല്ലാ ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ. അവർക്ക് കൊടുക്കല്ല അല്ലാ. നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ. ഇഖാമ റെഡിയായിട്ടില്ല. ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ. അവരെ കൊയക്കല്ല അല്ലാ. നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ. അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണേ അല്ലാ. അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ. നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10
മാസം നൊന്ത് പ്രസവിച്ച് മാറോടണ ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബിന് എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്, വിശാല നൽകണേ അല്ലാഹ്, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകും അല്ലാഹ്. ഞങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു അല്ലാഹ്. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും അല്ലാഹ്. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.